എങ്ങനുണ്ട്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ മറ്റേ വീഡിയോസിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് ഒത്തിരിയും പേര് ചോദിച്ചായിരുന്നു. ഞാൻ എൻ്റെ പഴയ വണ്ടിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുക. ഇതിൻ്റെ കൈ കിട്ടിയപ്പോൾ ഒരു പോലീസ് വണ്ടി ആയിരുന്നു, ബ്ലാക്കും വൈറ്റും കളറിലെ. എൻ്റെ സ്ട്രോബ് ലൈറ്റിൻ്റെ ഹോളൊക്കെ ഞാനെടുത്ത് ഫുള്ള് പെയിൻറ്റ് ചെയ്ത്. നോർമൽ ഒക്ടാവിയുടെ ബമ്പറായിരുന്നു. അപ്പം ഈ ഗോതമ്പ് മാവിനകത്ത് ഫെവിക്കോൾ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ഉണ്ടാക്കി അതിവിടെ തേച്ച് വെച്ച് പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞ് സാൻഡ് ചെയ്ത് PRS ബമ്പറാക്കി. അങ്ങനെയുണ്ട്. നമ്പർ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഹെഡ് ലാമ്പ് വാഷർ വരെ ഉണ്ട്, കാണാമെന്ന് അറിയത്തില്ല. അതങ്ങനെ കുറച്ച് വട്ടുകൾ ഒക്കെ അതുകൊണ്ട്. അപ്പോൾ കൊച്ചിയിലെ അറ്റ് ദ ഗറാഷ് എന്ന് പറയുന്ന ഗറാഷ് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് കാറിൻ്റെ സർവീസ് ആണെങ്കിലും റിസോറേഷൻ്റെ ഒക്കെ കാര്യമാണെങ്കിലും കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വന്ന അറ്റ് ദ ഗറാഷിൻ്റെ അവിടെ വെച്ചൊരു ഒരു കാർ മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ കുരുവിളയുടെ M2 കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. M2 മാത്രമല്ല, അതിൻ്റെ കൂടെ ഡാരലിൻ്റെ VRS, കൂടെ അമലും എൽവിസും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ കൃത്യം അന്ന് തന്നെ എനിക്ക് കൊച്ചി വെച്ചൊരു ആഡിൻ്റെ ഷൂട്ട്. ഞാൻ വിളിച്ചു ഓക്കെ, ഷൂട്ട് നേരത്തെ കഴിയുവാണെങ്കിൽ അങ്ങോട്ടൊന്ന് തല കാണിക്കായിരുന്നു. പക്ഷെ നേരത്തെ കഴിഞ്ഞില്ല. ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 9:30-10 മണിയായി. അപ്പോൾ ഞാനും ജെസ്സി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ അത് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് കുറേ എല്ലാം കഴിഞ്ഞതിൻ്റെ കുറേ ലൈറ്റ്സ് മാത്രം കണ്ടു. അപ്പോഴാണ് അമൽ വിളിക്കുന്നത്. അമൽ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളവിടെ? ഞാൻ പറഞ്ഞു ഞാൻ അറ്റ് ദ ഗറാഷിന് അവിടെ ഉണ്ട്. അവിടെ എല്ലാം കഴിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യും, പനമ്പള്ളി സ്റ്റാർബക്സിന്റെ അങ്ങോട്ട് ഒരു സംഭവം കാണിച്ചു തരാം. അങ്ങനെ സ്റ്റാർബക്സിൽ ചെറിയൊരു മീറ്റപ്പ്. എന്താണ് കിടക്കുന്നത് പറഞ്ഞുതരാം. ഇതാണ് ഹുറാക്കൻ ടെക്നിക്ക. ഹുറാക്കൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തറിയാലോ, ഗലാഡോ റീപ്ലേസ് ചെയ്താണ്. ഗലാഡോ അല്ല, ഗയാഡോ എന്നൊക്കെ വായിക്കേണ്ടത്. ആദ്യത്തെ ജനറേഷനിൽ 2 വേരിയന്റ് ഉണ്ടായിരുന്നു. ഒന്ന് LP610-4 പിന്നെ 580-2. ഇതിൽ ആദ്യത്തെ ഓൾ വീൽ ഡ്രൈവും രണ്ടാമത്തെ റിയർ വീൽ ഡ്രൈവ് ആയിരുന്നു. ഈ 610 ഉം 580 എന്ന് പറയുന്നത് ഈ വണ്ടികളുടെ പവർ ഫിഗേഴ്സ് ആണ്. അത് ഹോഴ്സ് പവറിലല്ല പറയുന്നത്. അത് CV എന്ന് പറയുന്ന ഈ ഇറ്റാലിയൻ ഫ്രഞ്ച് കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു അതിന്റെ ഫുൾ ഫോം ഷെവാൽ വെപ്പേ. അപ്പോൾ ഈ ഫസ്റ്റ് ജനറേഷന്റെ കൂടെ തന്നെ അവർ കുറച്ചുകൂടെ പെർഫോമൻസ് കൂടിയ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പെർഫോമാൻഡേ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് കൂടെ ഇറക്കി. അത് ഓൾ വീൽ ഡ്രൈവ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന രീതിയിൽ ഹുറാക്കൻ ഈവോ ഇറങ്ങുന്നത്. ഈവോ വന്നപ്പോഴത്തേക്ക് റിയർ വീൽ സ്റ്റിയറിംഗ് പോലത്തെ ചെറിയ ചെറിയ പരിപാടികൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഹുറാക്കൻ ഈവോ ഇതുപോലെ 640 CV-യിലുള്ള ഓൾ വീൽ ഡ്രൈവ് മോഡലും 610 CV-യിലുള്ള റിയർ വീൽ ഡ്രൈവ് മോഡലും ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ലാംബോർഗിനി തീരുമാനിച്ചു റോഡിന് വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റ് ലീഗൽ റേസ് കാർ ഇറക്കാം. അങ്ങനെ ഇറക്കിയ സാധനമാണ് ഹുറാക്കൻ STO. അതൊരു വട്ട് വണ്ടി. അത് റോഡ് ലീഗൽ ആയത് അങ്ങനെ ഇതുവരെ മനസ്സിലാവുന്നില്ല. അത് മറ്റേ വെയിറ്റ് റിഡക്ഷന് വേണ്ടി കാണിച്ചിരിക്കുന്ന പരിപാടിയൊക്കെ ആണ്. ഇതിന്റെ ഹുഡല്ല ഫ്രങ്ക് കവർ, അത് ഫെൻഡേഴ്സ് എല്ലാം കൂടെ ഒറ്റ പീസാണ്. അത് മറ്റേ ലോറിയുടെ ഒക്കെ ഫ്രണ്ട് തുറക്കുന്നവർ ഇങ്ങനെ തുറന്നു വരുന്നത്. ആ സാധനത്തിന് കൊഫാങ്കോ എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. അപ്പൊ STOയും റിയർ വീൽ ഡ്രൈവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കണ്ട ടെക്നിക്ക ഇറങ്ങുന്നത്. ടെക്നിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവോയുടെയും STOയുടെ ഇടയ്ക്കുള്ള ഒരു കറക്റ്റ് സ്വീറ്റ് സ്പോട്ട് ആയിരുന്നു. അതായത് ഹുറാക്കൻ ലൈനപ്പിനകത്ത് ഏറ്റവും ബെസ്റ്റ് റോഡ് കാർ എന്ന് പറയുന്നത് ടെക്നിക്ക ആണെന്നാണ് പറയുന്നത്. ടെക്നിക്കയും റിയർ വീൽ ഡ്രൈവ് ആണ്. അത് കഴിഞ്ഞ് മറ്റേ സ്റ്റെറാട്ടോ ഇറങ്ങി, കുറച്ചുകൂടെ ഓഫ് റോഡ് ഓറിയന്റഡ് വണ്ടി. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഏരിയ ആണ്. പക്ഷേ കേരളത്തിൽ ഓടിക്കാൻ ഏറ്റവും നല്ല വണ്ടിയാണ്. അപ്പോൾ ഈ ഹുറാക്കൻ ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജയലക്ഷ്മി സിൽസിന്റെ ഓണറായ സുജിത്തേട്ടൻ്റെ ആണ്. സുജിത്തേട്ടൻ്റെ നിന്നാണ് നമ്മുടെ കുരുവിള M2 വാങ്ങിക്കുന്നത്. ഇപ്പൊ M2 കൊടുത്തിട്ട് പുള്ളി എടുത്ത ബ്രാൻഡ് ന്യൂ വണ്ടിയാണ് ഈ സാധനം. ഇത് ഞങ്ങൾ സ്പെക്ക് ചെയ്തതാ. ഐ മീൻ ഞങ്ങൾ സ്പെക്ക് ചെയ്തല്ല, ആരോ സ്പെക്ക് ചെയ്തതാ. ഇത് കാർബൺ ഫൈബർ. അതിന് ഇറ്റ് ഡസന്റ് കം ആസ് എ കാർബൺ ഫൈബർ. അപ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഒരു ബ്രാൻഡ് ന്യൂ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കുറേ നാളത്തേക്ക് നിങ്ങൾ വണ്ടിയുടെ എഞ്ചിനായിട്ട് ഒരുപാട് പുഷ് ചെയ്തിരുന്നു. അതിന്റെ കാരണം എന്താ പറയുക, ഈ പുതിയ വണ്ടികൾക്ക് അതിന്റെ എഞ്ചിൻസ് ഒക്കെ ഇപ്പോൾ ഫാക്ടറിയിൽ ഇപ്പോൾ പ്രിസൈസ് ആയിട്ടെല്ലാം കട്ട് ചെയ്ത് വന്നേ ഉള്ളൂ. അതിന്റെ ടോളറൻസസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ പിസ്റ്റൺ സിലിണ്ടറിനകത്തിരിക്കും പറയുമല്ലോ, പിസ്റ്റൺ ചുറ്റും പിസ്റ്റൺ റിംഗ് ഉണ്ട്. അതാണ് സിലിണ്ടർ വോളെ മുട്ടിയിരിക്കുന്നത്. അത് ഫസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഒന്ന് ജെന്റിലായിട്ടൊന്ന് റൺ ചെയ്ത് വന്ന് ഈ പിസ്റ്റൺ ഇതേലും ഒരഞ്ഞൊരഞ്ഞ് അതിന് കംഫർട്ടബിൾ ആയിട്ടൊരു പാത്ത് സെറ്റ് ചെയ്യണം. ഇത് എഞ്ചിന് മാത്രമല്ല ഈ പറയുന്നത്, മെക്കാനിക്കൽ കോൺടാക്ട് ഉണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളും, ഗിയർ ബോക്സ്, ക്ലച്ച്, ഈവൻ ബ്രേക്സ്, എല്ലാ സ്ഥലത്തിനും ഇതുപോലെ സെറ്റ് ആവാൻ ഒരു സമയം വേണം. ഇതിനെ ബെഡിങ് ഇൻ അല്ലെങ്കിൽ ബ്രേക്ക് ഇൻ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് എഞ്ചിൻ ഓവറായിട്ട് ലോഡ് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം സിലിണ്ടർ സ്കഫിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇത് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിന്റെ ഒരു കട്ടവേ വ്യൂ ആണെന്ന് വിചാരിക്കുക. ഈ സിലിണ്ടറിന്റെ അകത്തെ സർഫസ് എപ്പോഴും പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിരിക്കത്തില്ല. ഇവിടെ ചെറിയ മൈക്രോസ്കോപ്പിക് ലെവലിൽ പൊങ്ങിയും നോക്കി ഇരിപ്പുണ്ട്. നമ്മൾ എഞ്ചിൻ ആദ്യം സ്മൂത്തായിട്ട് റൺ ചെയ്യാതെ അഗ്രസീവായിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺ മേപ്പോട്ടും താഴോട്ടും പോയി ഇതിനെ സ്മൂത്തായിട്ട് മെഷീൻ ചെയ്ത് ഫ്ലാറ്റ് ആക്കേണ്ടതിന് പകരം അഗ്രസീവായിട്ട് വന്ന് ഇവിടെ കിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഹൈ സ്പോട്സ് മാത്രം ഓവറായിട്ട് ഹീറ്റ് ആവും. ഇത് ഈവനായിട്ട് വേറെ ആയി പോയിട്ട് ഈ പിസ്റ്റൺ റിംഗ്സ് ഇവിടെ സീറ്റ് ആവേണ്ടതിന് പകരം ഇവിടെ നല്ല ഡീപ്പായിട്ടുള്ള ഗ്രൂസ് വീഴാൻ തുടങ്ങും. ഇത് കാരണം ഈ സീല് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല, ഓയിൽ കൺസംഷൻ കൂടും, കംപ്രഷൻ കുറയും, അങ്ങനെ പതുക്കെ എഞ്ചിന്റെ ലൈഫും കുറയും. ഞാൻ ഈ പറഞ്ഞല്ലോ, എഞ്ചിനകത്ത് മാത്രമല്ല
ഗിയർ ബോക്സിനകത്ത് ഗിയേഴ്സ് തമ്മിൽ മെഷാവുന്നിടത്ത് എല്ലായിടത്തും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സുജിത്തേട്ടൻ നിങ്ങൾക്ക് ഡോക്ടർ നിർമ്മൽ കൃഷ്ണ അറിയാമല്ലോ, പുള്ളിക്ക് 911 GT3 ഉണ്ട്. ഇപ്പോൾ റീസെന്റ് ഒരു 296 എടുത്തു. അപ്പോൾ പുള്ളിക്ക് നേരത്തെ ഒരു ഹുറാക്കൻ ഉണ്ടായിരുന്നു, അത് STOയുടെ സിമിലർ ലുക്കിംഗ് ബോഡി കിറ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ സുജിത്തേട്ടൻ ഈ ഡോക്ടറെ അടുത്ത് സംസാരിച്ച് കൊടുത്ത് ഡോക്ടർ കുറേ ഇതിന്റെ കാര്യം പറഞ്ഞു. അതായത് ഫസ്റ്റ് ഒരു 1500 കിലോമീറ്റർ ഒക്കെ വരെ എഞ്ചിനെ ഒത്തിരിയിട്ട് പുഷ് ചെയ്യാൻ പാടില്ല, RPM ഒരു 5K നിർത്തണം. അപ്പോൾ സുജിത്തേട്ടൻ അതിനെപ്പറ്റി ഞങ്ങളുടെ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ ഡോക്ടറെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സുജിത്ത് 10 വർഷം വയ്ക്കാൻ ഒരു 10 വർഷം വയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലല്ല ഇത് ഫോളോ ചെയ്തോന്ന് പറഞ്ഞു. ഒരു 3 വർഷത്തിൽ വിൽക്കുകയാണെങ്കിൽ ഒന്നും ഫോളോ ചെയ്യണ്ട, മേടിച്ച ആള് എഞ്ചിൻ പൊട്ടി തെറിച്ചോളും. അതുകൊണ്ട് ഞാൻ ഓർത്തു എനിക്കറിയില്ല ഞാൻ എത്ര വർഷം വെക്കാൻ പോകണം. അപ്പോൾ പുള്ളി പറഞ്ഞു ഫോളോ ചെയ്ത് വന്നാൽ മതി. പെട്ടെന്നൊരു ശബ്ദം, നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിച്ചാണ് ആ ലാംബോർഗിനി സ്റ്റാർട്ട് ചെയ്തതാണെന്ന്. അതിന്റെ അടുത്ത് നിന്ന് ഞാനും അത് തന്നെ വിചാരിച്ചത്, പക്ഷെ അല്ല. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആ G87 ആയിരുന്നു. ഇൻലൈൻ 6-ന്റെയും V10-ന്റെയും സൗണ്ടിൽ എത്രയും ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. എനിക്കത് അവിടെ ഒന്നും മനസ്സിലായില്ല, ബിക്കോസ് ഇറ്റ്സ് ലൗഡ് ആസ് ഫക്ക്. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ആക്കിയത് അതായിരുന്നു. ഈ G87 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നിന്ന് അറിയായിരിക്കും. ബോണി എന്ന് പറയുന്നത് നമ്മുടെ ബ്രോഡാണ്. ഉള്ള എക്സോ സെറ്റപ്പ് ഐസൻമാൻ്റെ ഒരു ക്യാറ്റ് ബാക്ക് ആണ്. കൊള്ളാം. അപ്പൊ ഇപ്പൊ കൊച്ചിയിലെ ആ ഫ്ലീറ്റിൽ ഈ ഹുറാക്കാനും 2 M2 അല്ലാതെ നമ്മുടെ ഡാരൽ ബ്രോയുടെ Mark 3 VRs ഉണ്ട്, APR DTM2 ഉണ്ട്. പിന്നെ നമ്മുടെ ഫർദീൻ ബ്രോയുടെ ടിഗ്വാൻ R-Line, അത് പുതിയ വണ്ടിയാണ്. പുള്ളി വാങ്ങിച്ച ഉടനെ തന്നെ കൊണ്ടൊരു ഇൻടേക്കും ഫിറ്റ് ചെയ്തു. പക്ഷെ പുള്ളിയാണ് 1 റിഗ്രറ്റ്, കാരണം പുള്ളിക്ക് ഒരു M340 ഉണ്ട്. ഇങ്ങനെ മീറ്റ് നടക്കുന്ന നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ അതുകൊണ്ട് വന്നേനെന്ന്. അപ്പൊ ഇത്രയും വണ്ടിയുള്ള സ്ഥിതിക്ക് എല്ലാവരും ഒരു ഫോട്ടോഷൂട്ടിന് പോകാൻ തീരുമാനിച്ചു. ലാംബോ ലൊക്കേഷൻ നോക്കി പോയി. 2 M2 അതിന്റെ പുറകെ വിട്ടു, ടിഗ്വാനും അതിന്റെ പുറകെ വിട്ടു. ടിഗ്വാന്റെ ബാക്ക് സീറ്റ് ഞാനും കയറി. അമലും ജെസ്സിയും കൂടെ ഡാരലിലെ VRSൽ പുറകെ ഉണ്ട്. അപ്പൊ ടിഗ്വാനകത്തിരുന്നുള്ള വ്ളോഗ് ഇനി കാണാം. എൻജോയ്. വണ്ടി എടുക്കാൻ നമ്മള് 2 നല്ല വണ്ടികളും വീട്ടിലിട്ടിട്ട് വന്നു. അതാണ് നമ്മള് മറ്റേ ഇങ്ങനെയൊക്കെ നൈറ്റ് വിൽ എൻഡ് അപ്പ് ലൈക്ക് ദിസ് ആരെ എക്സ്പെക്ട് ചെയ്യല്ലോ. വണ്ടി എവിടെയാണ് തരത്തിൽ കളിക്കണ വോമപ്പ് ചെയ്യാ വീട്ടിലെടുക്കുന്ന സമയം ഈ വെർബിൾസിനും പോപ്സ് ആൻഡ് മാങ്സിനും 2 ട്യൂൺ അല്ലേ? രണ്ടും 2 ട്യൂൺ. രോമാഞ്ചം വരുന്നല്ലേ? പണ്ട് ഞാനൊരു സൈക്കിൾ ചാടി. അതെ, ഞാൻ സൈക്കിൾ കൊല്ലാൻ പോയിട്ട് അതെ അവര് ഭയങ്കര ക്ലോസാ പോണേ. ഇതുപോലെയല്ലേ മറ്റേ ബാംഗ്ലൂർ ഒരു സ്കൂട്ടർ പോയി വീണ മറ്റേ നമ്മുടെ കൂടുതലുള്ള വണ്ടി വല്ലതാണ്. അല്ല അതൊന്നും എന്റെ പുറകെ വന്നിട്ടുണ്ട്. എടാ ബൈക്ക് എവിടെ ഫോട്ടോ എടുക്കാൻ പോണേ? അതൊരു 3000-4000 RPM ഉള്ളൂ. Hi guys, welcome to my YouTube channel. I am with the famous Arun Pradeep. ഞാനൊരു സെക്കൻഡറി ചാനൽ നടത്തുന്നുണ്ട്, കാർ കോണ്ടന്റ് വേണ്ടി മാത്രം. Subscribers, like, share, subscribe. പുറകെ അതെ എന്താണ് VR നോക്കി M2 വണ്ടി എടുത്തിട്ട് വന്നാലോ? എങ്ങനെയുണ്ട് ബ്രോ ബാക്കി ഇരുന്നിട്ട്? അടിപൊളി. എക്സോസ്റ്റ് കേൾക്കാൻ വേണ്ടി ഞാൻ അടുത്തോടി ഏരിയ
മൊത്തം വൈബ്രേറ്റ് ചെയ്യും. Kick in the pants. അയ്യോ റെഡ് ആയി, നമുക്ക് വെയിറ്റ് ചെയ്യാം. എടുത്തു കൊടുത്തു. ഇല്ല വേണ്ട ഇച്ചിരി കൂടെ കയറ്റി വെച്ചിരുന്നു. റെഡ് കട്ട് ചെയ്യുന്ന പറഞ്ഞു. ഇവിടെ മാരുതിക്കാരട്ട എല്ലാം കൂടെ ബസ് അടിക്കുന്ന സാധനം പോകുമ്പോ മാരുതിയുടെ കൊണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ. പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടി ബസ് അടിക്കും. ശരിയാണ്. I swear officer and stock. തീർന്നു. നമ്പർ കൊള്ളാതെ. ഇത് ആക്ച്വലി സുജിത്ത് ഫസ്റ്റ് ഓണർ അല്ല. That's why it's so well maintained. അയ്യോ ചെക്കന്മാര് ഇതാടാ വള്ളിയാടാ ഇതുപോലത്തെ വണ്ടിയൊക്കെ ഇട്ട് ഇറങ്ങി കഴിഞ്ഞാൽ. കൊച്ചി is more civilized ആ കാര്യത്തിൽ. അത് ശരിയാ. ബാംഗ്ലൂർ 50 സ്കൂട്ടറിന്റെ പുറകിലുണ്ടാവും. എസ്കോർട്ട്. അതെ. കൊതുകോണ വരുന്നത് എല്ലാം മറ്റേ ജംസൂട്ടേ പോലത്തെ കളർ. ഇതിന്റെ അകത്തൊക്കെ ഇവിടെയല്ലേ നീ മറ്റേ ഒക്ടാവിയ നോക്കാൻ വന്നേ? അല്ല ഇവിടെ അല്ല തൊട്ടപ്പുറത്ത് കുറച്ച്. ഒരു മിഡ് നൈറ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് വന്നതാണ്. ഓക്കെ എടുത്ത് പറഞ്ഞ അടിച്ചത് To the rhythm of the